Welcome to English Tutor. Today we are going to study about question tags. How can we form question tags? Question tagകൾ നമ്മൾക്ക് എങ്ങനെ രൂപീകരിക്കാം? അതിനു മുമ്പ് എന്താണ് question tag എന്ന് പറയുന്നത്? Question tags are the tiny questions using after sentences for the confirmation of their contents. Question tags എന്ന് പറയുന്നത് tiny questions ആണ്. Tiny means very small. വളരെ ചെറിയ ചോദ്യങ്ങളാണ് question tags. Using after sentences. സെന്റൻസുകൾക്ക് ശേഷം ഉപയോഗിക്കുന്ന ചെറു ചോദ്യങ്ങൾ. For what? For the confirmation of their contents. അവയുടെ ഉള്ളടക്കത്തിന്റെ ഉറപ്പിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയോഗിക്കുന്ന സെന്റൻസുകളുടെ ഉള്ളടക്കത്തിന്റെ ഉറപ്പിന് വേണ്ടി ആ സെന്റൻസുകൾക്ക് ശേഷം ഉപയോഗിക്കുന്ന ചെറു ചോദ്യങ്ങളെയാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ടാഗ്സ് ആർ ദ ടൈനി ക്വസ്റ്റ്യൻസ് യൂസിംഗ് ആഫ്റ്റർ സെന്റൻസസ് ഫോർ ദ കൺഫർമേഷൻ ഓഫ് ദെയർ കണ്ടന്റ്സ്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു വാചകം നമ്മൾ പറഞ്ഞിട്ട് ആ വാചകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പിന് വേണ്ടി അതിനുശേഷം ആണോ അല്ലേ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. നമ്മളൊരു സെന്റൻസിന് ശേഷം ആണോ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇവയാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. അന്നേരം ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് രൂപീകരിക്കുന്നത്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇംഗ്ലീഷിൽ അസർട്ടീവ് സെന്റൻസുകൾക്കും ഇംപറേറ്റീവ് സെന്റൻസുകൾക്കുമാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് ഉപയോഗിക്കുന്നത്. അസർട്ടീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സ്. അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ നേരത്തെ ഒരു ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇംപറേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ ആജ്ഞ, അപേക്ഷ, ആശംസ, ഉപദേശം, നിർദ്ദേശം, അങ്ങനെയുള്ള വാചകങ്ങൾ. അതിനെക്കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നിട്ടുള്ള സെന്റൻസ് അസർട്ടീവ് ആണോ ഇംപറേറ്റീവ് ആണോ എന്നുള്ളതാണ്. At first we have to find out if the given sentence is assertive or imperative. If the sentence is assertive, there are some rules to make it stack. അതായത് തന്നിട്ടുള്ള സെന്റൻസ് അസർട്ടീവ് ആണെങ്കിൽ അതിന് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്, കുറച്ച് നിയമങ്ങളുണ്ട്. At first we have to put a comma after the sentence. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെന്റൻസിന് ശേഷം കോമ ഇടണം എന്നുള്ളതാണ്. അസർട്ടീവ് സെന്റൻസിന് ശേഷം സാധാരണ ഫുൾ സ്റ്റോപ്പ് ആണ് ഉള്ളത്. അത്തരം ക്വസ്റ്റ്യൻ ടാഗ് രൂപീകരിക്കുന്നതിന് വേണ്ടി ആ സെന്റൻസ് എടുത്തെഴുതി അതിനുശേഷം കോമ ഇടണം. Then we have to find out the auxiliary verb. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിലെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. You know that there are 24 auxiliary verbs in English. നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വെർബ്സ് ആണുള്ളത്. ആ 24 ഓക്സിലറി വെർബ്സിൽ ഏതെങ്കിലും ഒന്ന് ആ സെന്റൻസിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം. അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത 3 സാഹചര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ ഇതിനു മുമ്പ് വ്യക്തമായി ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. V1 വെർബിന്റെ ഒന്നാമത്തെ രൂപം, ഗോ, സിറ്റ്, റൈറ്റ് തുടങ്ങിയവ. V1 പ്ലസ് എസ് ഓർ ഇഎസ്, വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിനോടൊപ്പം എസ് അല്ലെങ്കിൽ ഇഎസ്, ഗോസ്, സിറ്റ്സ്, കംസ്. ഈ 2 വെർബ് രൂപങ്ങളും സിമ്പിൾ പ്രസന്റിന്റെയാണ്. പിന്നെ V2 വെർബിന്റെ രണ്ടാമത്തെ രൂപം, went, ate, drank, walked, ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് സിമ്പിൾ പാസ്റ്റിന്റെയാണ്. അതായത് ഈ 3 വെർബുകൾ ഉപയോഗിക്കപ്പെടുമ്പോൾ നേരിട്ട് ഓക്സിലറി വെർബ്സിനെ നമുക്ക് കിട്ടുന്നില്ല. അന്നേരം വി ഹാവ് ടു സ്പ്ലിറ്റ് ദ മെയിൻ വെർബ് ടു ഗെറ്റ് ദ ഓക്സിലറി വെർബ്. മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി വെർബ് എടുക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഡു, ഡസ്, ഡിഡ്, ഇതിലേതെങ്കിലും ആയിരിക്കും അപ്പോൾ ഓക്സിലറി വെർബ്. അന്നേരം ആദ്യം സെന്റൻസിന് ശേഷം കോമ ഇടുക, രണ്ടാമത് അതിലെ ഓക്സിലറി വെർബ് കണ്ടെത്തുക. ഇനി മൂന്നാമതായിട്ട് എന്താണ്? We have to check
if the sentence is positive or negative. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. അതൊരു അസർട്ടീവ് പോസിറ്റീവ് ആണെങ്കിൽ അതിന് അഫർമേറ്റീവ് സെന്റൻസസ് എന്ന് പറയും, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സെന്റൻസസ് എന്ന് തന്നെ പറയുന്നത്. അത് എങ്ങനെ നമുക്ക് സെന്റൻസ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് എന്ന് ചെക്ക് ചെയ്യാൻ കഴിയും? അസർട്ടീവ് സെന്റൻസ് പഠിച്ചതിന്റെ കൂട്ടത്തിൽ ഇതും വിശദമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. കുറെ നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. നോ, നോട്ട്, നെവർ, നെയ്തർ, നോർ, നൺ, not, NOUGHT, not, scarcely, rarely, barely, hardly, few, little, seldom. ഇങ്ങനെയുള്ള കുറെ നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. ആ നെഗറ്റീവ് വേർഡ്സ് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഓക്സിലറി വെർബിനോട് നോട്ടോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് തീർച്ചയായിട്ടും നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഓക്കെ, അന്നേരം സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നെഗറ്റീവ് വേർഡ്സ് ഒന്നും വന്നിട്ടില്ല, ഓക്സിലറി വെർബിനോട് നോട്ടുമില്ല, എങ്കിൽ ആ സെന്റൻസ് പോസിറ്റീവ് ആണ്. ഇഫ് ദ സെന്റൻസ് ഈസ് പോസിറ്റീവ്, ഇറ്റ്സ് ടാഗ് മസ്റ്റ് ബി നെഗറ്റീവ്. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയേ പറ്റൂ. ഹൗ ക്യാൻ വി മേക്ക് ദ നെഗറ്റീവ് ടാഗ് ഫോർ ഇറ്റ്? എങ്ങനെ നമുക്ക് അതിന് നെഗറ്റീവ് ടാഗ് ഉണ്ടാക്കാൻ പറ്റും? അതായത് സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ടാഗ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? Add not to its auxiliary verb and write its short form. ഓക്സിലറി വെർബിനോട് നോട്ട് ചേർത്ത് അതിന്റെ ഷോർട്ട് ഫോം എഴുതണം. 24 ഓക്സിലറി വെർബ്സിനെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് ഈ സെന്റൻസിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ ആ സെന്റൻസ് പോസിറ്റീവ് ആണ്, അതിന്റെ ടാഗ് അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അതിനുവേണ്ടി ആ ഓക്സിലറി വെർബിനോട് നോട്ട് ചേർത്ത് ഷോർട്ട് ഫോം എഴുതണം. ഓരോ ഓക്സിലറി വെർബിനോടും നോട്ട് ചേർത്ത് എങ്ങനെ നമുക്ക് അതിന്റെ ഷോർട്ട് ഫോം എഴുതാം എന്നൊന്ന് നോക്കാം. ആദ്യം ആമിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ആം നോട്ട് എന്നാണ്. പക്ഷെ അതിന്റെ ഷോർട്ട് ഫോം ആമിൻഡ് എന്നല്ല, അങ്ങനെ ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല. അതുകൊണ്ട് അതിന് പകരം ആറിൻഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അന്നേരം ആം വന്നാൽ ആമിൻഡ് അല്ല, ആറിൻഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഈസ് വന്നാൽ ഈസ് നോട്ട്, ഈസിൻഡ്. ആർ വന്നാൽ ആർ നോട്ട്, ആറിൻഡ്. വാസ് വന്നാൽ വാസ് നോട്ട്, വാസിൻഡ്. വേർ വന്നാൽ വേർ നോട്ട്, വേറിൻഡ്. ഹാസ് വന്നാൽ ഹാസ് നോട്ട്, ഹാസിൻഡ്. ഹാവ് വന്നാൽ ഹാവ് നോട്ട്, ഹാവിൻഡ്. ഹാഡ് വന്നാൽ ഹാഡ് നോട്ട്, ഹാഡിൻഡ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹാസ്, ഹാവ്, ഹാഡ് വന്നിട്ട് വെർബിന്റെ മൂന്നാമത്തെ രൂപങ്ങൾ വരികയാണെങ്കിൽ ഇങ്ങനെ ഹാസിൻഡ്, ഹാവിൻഡ്, ഹാഡിൻഡ് എന്ന് എഴുതിയാൽ മതി. എന്നാൽ വെർബായിട്ട് ഹാസ്, ഹാവ്, ഹാഡ് ഇവ മാത്രം വരികയാണെങ്കിൽ മറ്റൊരു രീതി കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഹാവ് മാത്രം വരികയാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് ഹാവ് എന്ന് നമുക്ക് കിട്ടും. അതിലെ ഡൂവിന്റെ ഓടെ നോട്ട് ചേർത്ത് ഡോണ്ട് എന്ന് എഴുതിയാലും മതി. അതുപോലെ ഹാസ് ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് ഹാവ് എന്ന് വരും. അന്നേരം ഡസിന്റെ ഓടെ നോട്ട് ചേർത്ത് ഡസിൻഡ് എന്ന് എഴുതിയാലും മതി. അതുപോലെ വെർബായിട്ട് ഹാഡ് മാത്രം, അതിന്റെ കൂടെ V3 ഇല്ല, ഹാഡ് മാത്രം വരികയാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് ഹാവ് എന്ന് കിട്ടും. അന്നേരം ഡിഡിൻറ്റ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇനി ഷാൾ വന്നാൽ ഷാൾ നോട്ട്, ഷാളിന്റെ എന്നല്ല പറയുന്നത്, ഷാണ്ട് എന്നാണ്. SHAN'. ഷുഡ് നോട്ട്, ഷുഡ് ഇറ്റ്. ഇനി വിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, വിൽ നോട്ട് ആണ്, പക്ഷെ അതിന്റെ ഷോർട്ട് ഫോം വില്ലിൻഡ് എന്നല്ല, വോണ്ട് എന്നാണ്. WONT. വുഡ് വന്നാൽ വുഡിൻറ്റ്, വുഡ് നോട്ട്, വുഡ് ഇറ്റ്. ഇനി cannot, can't. CAN'. കുഡ് വന്നാൽ കുഡ് നോട്ട്, കുഡ് ഇറ്റ്. മേ വന്നാൽ മേ നോട്ട്, മെയിൻറ്റ്. മൈറ്റ് വന്നാൽ മൈറ്റ് നോട്ട്, മൈറ്റ് ഇറ്റ്. ഇനി ought to വന്നാൽ ought not, oughtn't എന്ന് വരും. അതുപോലെ used to വന്നാൽ സാധാരണ didn't എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. used not എന്ന് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അതിനേക്കാൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ഡിഡിൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, നീഡ് വന്നാൽ നീഡിൻറ്റ്, ഡെയർ വന്നാൽ ഡെയറിൻറ്റ്, മസ്റ്റ് വന്നാൽ മസ്റ്റ് നോട്ട്, മസിൻറ്റ്. MUSTN'. അതുപോലെ തന്നെ ഡു വന്നാൽ ഡോണ്ട്, ഡസ് വന്നാൽ ഡസിൻറ്റ്,
ഡിഡ് വന്നാൽ ഡിഡ് ഇറ്റ്. ഓക്കെ, അന്നേരം ഇത്രയുമാണ് ഓക്സിലറി വെർബിനോട് നോട്ട് ചേർത്തുള്ള ഷോർട്ട് ഫോം. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഓക്സിലറി വെർബിനോട് നോട്ട് ചേർത്ത് ഷോർട്ട് ഫോം എഴുതുന്നത്? സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് എഴുതണം, അപ്പോഴാണ്. ഇനി മറിച്ചുള്ള രീതി നമുക്കൊന്ന് നോക്കാം. സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്സിലറി വെർബ് മാത്രം എഴുതണം. ഇഫ് ദ സെന്റൻസ് ഈസ് നെഗറ്റീവ്, its tag must be positive. For it, you should write only the auxiliary verb. അതിന്റെ സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആണ്. അതിന് ഓക്സിലറി വെർബ് മാത്രം എഴുതിയാൽ മതിയാകും. ഓക്കെ, ഇനി അടുത്തതായിട്ട് സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ ആകട്ടെ, അവസാനം പ്രോനൗൺ സബ്ജക്റ്റ് വേണം എഴുതാൻ. നൗൺ സബ്ജക്റ്റ് എഴുതരുത്, പേരെഴുതരുത്, പ്രോനൗൺ മാത്രമേ എഴുതാവൂ. അപ്പൊ സബ്ജക്റ്റ് ആയിട്ട് പ്രോനൗൺ ആണ് വരുന്നെങ്കിൽ അത് അതേ കണക്കെടുത്ത് എഴുതാം. ഇപ്പം ബാബു എന്ന് വരികയാണെങ്കിൽ ഹി എന്ന് നമ്മൾ പ്രോനൗൺ സബ്ജക്റ്റ് എടുത്ത് എഴുതണം, പുരുഷനാണ്, ഒരാളാണ്. ഇപ്പൊ റാണി എന്ന് വരികയാണെങ്കിൽ ഷി, സ്ത്രീയാണ്, ഒരാളാണ്. ഇപ്പം ബഹുവചനമാണ്, അത് പുരുഷനാണോ സ്ത്രീ എന്നോ നോക്കണ്ട, ദേ. ഇപ്പം പുരുഷൻ സ്ത്രീ എന്നിങ്ങനെ വിവേചനം ഇല്ലാതെ പറയുകയാണെങ്കിൽ ഇറ്റ് ഉപയോഗിക്കും. ഇപ്പം ദിസ്, ദാറ്റ് ഇതൊക്കെ വരികയാണെങ്കിൽ ഇറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദിസ്, ദാറ്റ് ഇതൊക്കെ വരികയാണെങ്കിൽ ഇറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ദീസ്, ദോസ് ഇവയൊക്കെ വരികയാണെങ്കിൽ ദേ ആണ് ഉപയോഗിക്കുന്നത്. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഒരു പേര് പുരുഷനാണെങ്കിൽ ഹി, ഒരു പേര് സ്ത്രീയാണ്, അങ്ങനെയാണെങ്കിൽ ഷി. ബഹുവചനമാണെങ്കിൽ ദേ. പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ വിവേചനമില്ലാത്ത വാക്കുകളാണെങ്കിൽ ഇറ്റ്, അതിന്റെ ബഹുവചനമാണെങ്കിൽ ദേ. അപ്പൊ ദേറിൽ ഒരു സെന്റൻസ് തുടങ്ങിയാണെങ്കിൽ ദേർ തന്നെ അവസാനം ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ പ്രോനൗൺ സബ്ജക്റ്റ് വേണം എഴുതാൻ. ആൻഡ് ഫൈനലി യു ഹാവ് ടു പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക്. അവസാനം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അസർട്ടീവ് സെന്റൻസസിന് ക്വസ്റ്റ്യൻ ടാഗ് രൂപീകരിക്കുന്ന വിധം ഞാൻ ഒന്നുകൂടെ പറയാം. At first you have to put a comma after the sentence. Then find out the auxiliary verb. If the sentence is positive, its tag must be negative. For it, add not to its auxiliary verb and write its short form. If the sentence is negative, its tag must be positive. For it, write only the auxiliary verb. Then write the pronoun subject and finally put a question mark. ഇതാണ് അസർട്ടീവ് സെന്റൻസസിന് ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കുന്ന വിധം. പിന്നെ അസർട്ടീവ് സെന്റൻസിൽ പ്രത്യേകതയുള്ള ഒരു വിഭാഗം സെന്റൻസുകളുണ്ട്. ആ സെന്റൻസുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവയുടെ സബ്ജക്റ്റുകളാണ്. എവരിബഡി, എവരിവൺ, നോബഡി, നോവൺ, സംബഡി, സംവൺ, anybody, anyone, none of them, none of us. ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളാണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ ചെറിയൊരു മാറ്റം കൂടി വരുത്തണം. എന്താണെന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റുകളെല്ലാം സിംഗുലേഴ്സാണ്. ഇപ്പം പ്ലൂറൽ സെൻസ് ഉണ്ടാക്കുന്ന സിംഗുലേഴ്സാണ്. എവരിവൺ, എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാവരെയും ബാധിക്കുന്നതാണ്, പക്ഷെ പറയുന്ന ഒരു വ്യക്തിയെ പൊതുവായിട്ട് എടുത്തുകൊണ്ടാണ്. അന്നേരം എവരിബഡി, എവരിവൺ, നോബഡി, നോവൺ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നൺ ഓഫ് ദം, നൺ ഓഫ് us, ഇങ്ങനെയുള്ള ഏതെങ്കിലും സബ്ജക്റ്റുകളിലാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അവിടെ ഓക്സിലറി വെർബ് സിംഗുലർ ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ എടുക്കണം. പ്ലൂറൽ ഉണ്ടെങ്കിൽ ഈസ് വരികയാണെങ്കിൽ ആർ എടുക്കാം, വാസ് വരികയാണെങ്കിൽ വേറെ എടുക്കാം, ഹാസ് വരികയാണെങ്കിൽ ഹാവ് എടുക്കാം, ഡസ് വരികയാണെങ്കിൽ ഡു എടുക്കാം. ഇങ്ങനെ ഒരു മാറ്റം വരുത്തണം. പിന്നെ പ്രോനൗൺ സബ്ജക്റ്റ് ദേ എഴുതണം. കാരണം ഈ എവരിവൺ, എവരിബഡി തുടങ്ങിയവയെല്ലാം സിംഗുലേഴ്സ് ആണ്, പ്ലൂറൽ സെൻസ് ഉള്ള സിംഗുലേഴ്സ് ആണ്. എവരിവൺ, എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരെയും ഉദ്ദേശിച്ചാണ്, പക്ഷെ പറയുന്നത് സിംഗുലർ ആയിട്ട് പൊതുവായിട്ട് ഒരാളെ ഉദ്ദേശിച്ചാണ്. പക്ഷേ ആ ഒരാൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ്.
അന്നേരം പ്രയോഗിക്കുമ്പോൾ അത് സിംഗുലർ ആണെങ്കിലും ഒരു പ്ലൂറൽ സെൻസ് ഉണ്ട്. അന്നേരം ടാഗ് എഴുതുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ പ്ലൂറൽ സെൻസ് മാനിച്ച് അവസാനം ദേ എന്ന് എഴുതണം, പ്രോനൗൺ സബ്ജക്റ്റ്. അതുപോലെ വെർബ് സിംഗുലർ ആയിരിക്കരുത്, പ്ലൂറൽ ആയിരിക്കണം. ഈ ഒരു കാര്യം കൂടെ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അസർട്ടീവ് സെന്റൻസസിനെ ക്വസ്റ്റ്യൻ ടാഗ്സ് രൂപീകരിക്കുന്ന വിധം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 1-2 ഉദാഹരണങ്ങൾ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 1-2 ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, ഐ ആം ലേറ്റ് എന്ന് വരുന്നു. ഐ ആം ലേറ്റ് എന്ന് വരികയാണെങ്കിൽ ആ സെന്റൻസ് ആദ്യം നമ്മൾ നോക്കണം. അസർട്ടീവ് ആണ്, സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബ് വരും. പിന്നെ നമ്മൾ നോക്കണം സെന്റൻസിൽ ഓക്സിലറി വെർബ് ആം ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. പോസിറ്റീവ് ആണ്, ടാഗ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്സിലറി വെർബ് ഏതാണ്, ആം. അതിൻ്റെ കൂടെ നോട്ട് ചേർത്ത് ഷോർട്ട് ഫോം എടുക്കുമ്പോൾ ആമിന്റെ അല്ല ആറിന്റ്. ആറിന്റ് സബ്ജക്റ്റ് ഐ, പ്രോനൗൺ തന്നെയാണ്, അന്നേരം ഐ എടുത്തെഴുതണം, ആറിന്റ് ഐ. ഓക്കെ, മോഹൻ വാസ് ഗോയിങ് ടു കൊല്ലം എന്നുള്ള ഒരു സെന്റൻസ് നമ്മൾ എഴുതും. മോഹൻ വാസ് ഗോയിങ് ടു കൊല്ലം അസർട്ടീവ് സെന്റൻസ് ആണ്, പോസിറ്റീവ് ആണ്, അതിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്സിലറി വെർബ് വാസ് ആണ്, അതിൻ്റെ കൂടെ നോട്ട് ചേർത്ത് ഷോർട്ട് ഫോം എടുക്കും വാസിന്റ്, അതിന്റെ കോമയിട്ടിട്ട് വാസിന്റ്. പിന്നെ മോഹൻ എന്ന് പറയരുത്, പ്രോനൗൺ സബ്ജക്ട് ഹി ആണ്, വാസിന്റ് ഹി എന്ന് എഴുതാവും. ലീല സിങ്സ് വെൽ, ആ സെന്റൻസ് എടുക്കുമ്പോൾ അസർട്ടീവ് തന്നെയാണ്, പോസിറ്റീവ് തന്നെയാണ്. അതിൽ ഓക്സിലറി വെർബ് നേരിട്ടില്ല, മെയിൻ വെർബ് എടുക്കണം സിങ്സ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് സിങ് ആണ്, ഡസ് ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അതിന്റെ ഓക്സിലറി വെർബ് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു ഡസ്, അതിന്റെ കൂടെ നോട്ട് ചേർക്കുക ഡസ് നോട്ട്, അതിന്റെ ഷോർട്ട് ഫോം എടുക്കുക ഡസിന്റ്. പിന്നെ ലീലയ്ക്ക് പകരം ഷീ എന്ന പ്രോനൗൺ സബ്ജക്റ്റ് എഴുതാവും. ഡസിന്റ് ഷീ എന്ന് വരും എന്നുള്ളതാണ്. രാജു കെയിം ഹിയർ എസ്റ്റർഡേ. ഓക്കെ, രാജു കെയിം ഹിയർ എസ്റ്റർഡേ അസർട്ടീവ് സെന്റൻസ് ആണ്, പോസിറ്റീവ് ആണ്. ഓക്സിലറി വെർബ് നേരിട്ടില്ല, കെയിം, അത് V2 ആണ്. V2നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് V1, അന്നേരം അവിടുത്തെ ഓക്സിലറി വെർബ് ഡിഡ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആണ്. അന്നേരം ഓക്സിലറി വെർബായ ഡിഡിൻ്റെയോടെ നോട്ട് ചേർത്ത് ഷോർട്ട് ഫോം എഴുതുമ്പോൾ ഡിഡിൻഡ് എന്ന് വരും. രാജുവിന് പകരം പ്രോനൗൺ സബ്ജക്റ്റ് ആണ്, അന്നേരം ഡിഡിൻഡ് ഹി എന്നാണ് വരുന്നത്. ദിസ് ഈസ് യുവർ പെൻ, സെന്റൻസ് പോസിറ്റീവ് ആണ്, അസർട്ടീവ് ആണ്, ഓക്സിലറി വെർബ് ഈസ് ആണ്. ഓക്കെ, അന്നേരം ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഈസിന്റെ കൂടെ നോട്ട് ചേർത്ത് ഷോർട്ട് ഫോം ഈസിന്റ്. പക്ഷെ ദിസ് വരുമ്പോൾ ദിസ് എന്ന് അവസാനം വരത്തില്ല, ഇറ്റ് എന്നേ വരും. ദിസും ദാറ്റും വരുമ്പോൾ ഇറ്റ് എന്നേ വരത്തുള്ളൂ. ദീസ് ദോസ് വരുമ്പോൾ ദേ എന്ന് വരും. ഓക്കെ, മനസ്സിലായല്ലോ. എ ലിറ്റിൽ മിൽക്ക് ഈസ് റിമൈനിങ്. എ ലിറ്റിൽ മിൽക്ക് ഈസ് റിമൈനിങ് എന്നുള്ള സെന്റൻസ് വരുമ്പോൾ ആ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അപ്പൊ ലിറ്റിൽ ഫ്യൂ ഇവ വരികയാണെങ്കിൽ നെഗറ്റീവാ, പക്ഷേ എ ലിറ്റിൽ എ ഫ്യൂ എന്ന് വന്നാൽ പോസിറ്റീവാ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെ, എ ലിറ്റിൽ മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പോസിറ്റീവ് ആണ്, അസർട്ടീവ് സെന്റൻസ് ആണ്, പോസിറ്റീവ് ആണ്. എ ലിറ്റിൽ മിൽക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, ഈസ് റിമൈനിങ് എന്ന് പറയുന്നത് വെർബാണ്. അതായത് അതിന്റെ ടാഗ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്സിലറി വെർബ് എന്താ അവിടെ, ഈസാണ്. ഈസിന്റെ കൂടെ നോട്ട് ചേർത്ത് ഷോർട്ട് ഫോം എഴുതുമ്പോൾ ഈസിന്റ് എന്ന് വരും. എ ലിറ്റിൽ മിൽക്കിന് പകരം ഇറ്റ് എന്ന് കൊടുക്കാം, ഈസിന്റ് ഇറ്റ് എന്ന് എഴുതാം. ഓക്കെ, there are 50 boys in the class. There are 50 boys in the class. സെന്റൻസ് പോസിറ്റീവ് ആണ്, സബ്ജക്റ്റ് there, വെർബ് are, അല്ലെ. There are 50 boys in the class. ഓക്സിലറി വെർബ് are. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആണ്. ഓക്സിലറി വെർബായ ആറിന്റെ കൂടെ നോട്ട് ചേർത്ത് ഷോർട്ട് ഫോം എഴുതുമ്പോൾ ആറിന്റ് എന്ന് വരും. ആറിന്റ് there. there ആദ്യം വന്നാൽ അവസാനം there എന്ന് എഴുതാം. അതിൽ കുഴപ്പമൊന്നും ഇല്ല. യെസ്, ഹി ഹാസ് ഫ്യൂ ഫ്രണ്ട്സ്. ഹി ഹാസ് ഫ്യൂ ഫ്രണ്ട്സ്. സെന്റൻസ് നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ്, ഫ്യൂ വന്നതുകൊണ്ട്. അതിന്റെ ടാഗ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതിന്റെ പോസിറ്റീവ് ടാഗിന് നമ്മൾ എന്ത് എഴുതും, ഓക്സിലറി വെർബ് മാത്രം എഴുതി പ്രോനൗൺ സബ്ജക്റ്റ്. ഇവിടെ ഓക്സിലറി വെർബ് എന്താണ്, ഹാസ് ആണ്. ഹാസ് മാത്രം എഴുതി
ഹി പ്രോനൗൺ സബ്ജക്റ്റ് ആണ്, എന്നിട്ട് ഹാസ് ഹി എന്നും എഴുതാം. പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഹാസിന് ഡസ് പ്ലസ് ഹാവ് ആ രീതിയിൽ വരുമ്പോൾ ഡസ് ഹി എന്നും എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കുക. ഹിസ് ഫാദർ ഡിഡിന്റ് അറ്റൻഡ് ദ ഫംഗ്ഷൻ. ഹിസ് ഫാദർ ഡിഡിന്റ് അറ്റൻഡ് ദ ഫംഗ്ഷൻ. അവിടെ സെന്റൻസ് നെഗറ്റീവ് ആണ്, ഡിഡിന്റ് അറ്റൻഡ്. അവിടെ നോട്ട് വരുന്നുണ്ടല്ലോ. ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്സിലറി വെർബ് ഇവിടെ ഏതാണ്? ഡിഡ് ആണ്. ഒരു കോമ ഇട്ടിട്ട് ഡിഡ് എഴുതുക, ഹിസ് ഫാദറിന് പകരം ഹി എന്ന് എഴുതുക. ഡിഡ് ഹി? ഹിസ് ഫാദർ ഡിഡിന്റ് അറ്റൻഡ് ദ ഫംഗ്ഷൻ. ഡിഡ് ഹി? there is little water in the well. സെന്റൻസ് നെഗറ്റീവ് ആണ്, കാരണം ലിറ്റിൽ ആ ഉപയോഗിച്ചിരിക്കുന്നത്, എ ലിറ്റിൽ അല്ല. there is little water in the well. സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഓക്സിലറി വെർബ് മാത്രം എടുത്ത് എഴുതണം. അവിടെ ഓക്സിലറി വെർബ് ഏതാണ്? ഈസ്. ഈസ് there, അതാണ് അവിടുത്തെ ടാഗ്. there is little water in the well, is there. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ്സ് സാധാരണ രീതിയിലുള്ളത് മനസ്സിലായെന്ന് കരുതും. ഇനി ഒരു ഇത്തിരി പ്രയാസമുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ഐ എം നോട്ട് എ പോലീസ്മാൻ. ഐ എം നോട്ട് എ പോലീസ്മാൻ. അന്നേരം സെന്റൻസ് പോസിറ്റീവ് ആണ്. ആണോ? അല്ല, സെന്റൻസ് നെഗറ്റീവ് ആണ്. അന്നേരം ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ്. എങ്ങനെ എഴുതാം? ഓക്സിലറി വെർബ് മാത്രം എടുത്ത് എഴുതി പ്രോനൗൺ സബ്ജക്റ്റ് എഴുതണം. അതിലവിടെ ഓക്സിലറി വെർബ് ഏതാണ്? ആം. നേരത്തെ പോസിറ്റീവ് സെന്റൻസിൽ ആം വന്നപ്പോ നെഗറ്റീവ് ആക്കാൻ ആമിൻഡ് എന്നുള്ളത് എഴുതാത്തത് കൊണ്ട് ആറിന്റെ എന്നല്. അന്നേരം ഇവിടെ ആറൈ എന്നാണോ എന്നൊരു സംശയം പലർക്കും വരും. അല്ല, അവിടെ ആമിൻഡ് എന്നുള്ള വാക്കില്ലാത്തത് കൊണ്ട് ആറിന്റെ ഉപയോഗിച്ചു. പക്ഷെ ഇവിടെ ആം എന്നുള്ള ഓക്സിലറി വെർബ് അതേ കണക്ക് തന്നെ ഉപയോഗിക്കാം. ആം ഐ. അന്നേരം സെന്റൻസ് നെഗറ്റീവ് ആണ്. ഐ എം നോട്ട് എ പോലീസ്മാൻ. ടാഗ് പോസിറ്റീവ് ആണ്. ഓക്സിലറി വെർബ് ആം, പ്രോനൗൺ സബ്ജക്ട് ഐ. He used to sleep in the class. He used to sleep in the class. സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്സിലറി വെർബ് യൂസ്ഡ് ടു ആണ്. അന്നേരം ഡിഡ് എടുക്കണമെന്ന് നമ്മൾ പഠിച്ചു. നെഗറ്റീവ് ടാഗ് ആയതുകൊണ്ട് ഡിഡ് എടുത്ത് നോട്ട് ചേർത്ത് ഡിഡിന്റ്. ഡിഡിന്റ് ഹി എന്ന് വരും. ഡിഡിന്റ് ഹി. എവരിവൺ ഹാസ് എ മൊബൈൽ ഫോൺ. സെന്റൻസ് പോസിറ്റീവ് ആണ്, അന്നേരം ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്സിലറി വെർബ് ഹാസ് ആണ്. പക്ഷെ ഇവിടെ എവരി വണ്ണിൽ തുടങ്ങിയിരിക്കുന്നു, അല്ലെ? ആ ഒരു ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സബ്ജക്റ്റുകളുടെ ഒരു ഗ്രൂപ്പ്. അവ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്സിലറി വെർബിന്റെ ബഹുവചനം എടുക്കണം. ഇവിടെ ഹാസ് ആണ്, അതിന്റെ ബഹുവചനം എടുക്കുക ഹാവ്. ഇനി പ്രോനൗൺ സബ്ജക്ട് ദേ വരണം. ഹാവ് ദേ. നോബഡി ഗോസ് there. അവിടെ സെന്റൻസ് നെഗറ്റീവ്. ആദ്യം നോ കിടക്കുന്നു. നോബഡി ഗോസ് there. ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ഓക്സിലറി വെർബ് നോക്കുന്നു, നേരിട്ടില്ല. ഗോസ്, അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് ഗോ ആണ്. ഡസ് ആണ് ഓക്സിലറി വെർബ്. പക്ഷെ നോ വണ്ണിൽ തുടങ്ങുന്നത് കൊണ്ട് അതിന്റെ ബഹുവചനം എടുക്കണം. ഡസിന്റെ ബഹുവചനം ഡു ആണ്. ഓക്കെ, അന്നേരം സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആണ്. നോവണിൽ തുടങ്ങുന്നത് കൊണ്ട് ഡസ് എടുത്തിട്ട് അതിന്റെ ബഹുവചനം ഡു എടുക്കണം. ഓക്സിലറി വെർബും പ്രോനൗൺ സബ്ജക്റ്റും. അന്നേരം ഡു. പിന്നെ ദേ എന്നുള്ള പ്രോനൗൺ സബ്ജക്ട്. നോബഡി, നോ വൺ, എവരിവൺ, എവരിബഡി ഇതൊക്കെ വന്നാൽ ദേ ആണ്. അടുത്തത്, someone watches him. Someone watches him. അപ്പൊ അവിടെ സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആണ്. ഓക്സിലറി വെർബ് വാച്ചസ് അതിനെടുത്ത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് ആണ്. പക്ഷേ someone somebody ഒക്കെ വരികയാണെങ്കിൽ അതിന്റെ ബഹുവചനം എടുക്കണം. ഡസിന്റെ ബഹുവചനം ഡു ആണ്. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആണ്. ഡുവിന്റെ കൂടെ നോട്ട് ചേർത്തു, ഷോർട്ട് ഫോം എടുത്തു. ഡോണ്ട്, ഡോണ്ട് ദേ, ഡോണ്ട് ദേ. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. സബ്ജക്റ്റ് എന്താണ്? ബാർക്കിംഗ് ഡോഗ്സ്. സെൽഡം ബൈറ്റ്. സെൽഡം അവിടെ നെഗറ്റീവ് ആക്കാം, അസർട്ടീവ് സെന്റൻസാ. സബ്ജക്റ്റും വെബും ഉണ്ട്. ബാർക്കിംഗ് ഡോഗ്സ്
അതാണ് സബ്ജക്റ്റ്, ബൈറ്റ് എന്നുള്ളതാണ് വെർബ്. സെന്റൻസ് അസർട്ടീവാണ്, സെന്റൻസ് നെഗറ്റീവുമാണ്, സെൽഡം വന്നതുകൊണ്ട്. ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്സിലറി വെർബ് ഏതാണ്? നേരിട്ടില്ല. മെയിൻ വെർബ് ബൈറ്റ് ആണ്, അത് V1 ആണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് V1. ഓക്സിലറി വെർബ് ഡു ആണ്. ഓക്സിലറി വെർബ് ഡു ആണ്. അതിന്റെ നെഗറ്റീവ് എടുക്കണ്ട, കാരണം സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഓക്സിലറി വെർബ് മാത്രം എഴുതുക, ഡു. ഇനി പ്രോനൗൺ സബ്ജക്റ്റ് ബാർക്കിംഗ് ഡോഗ്സ്, അതിന് പകരം ദേ എന്ന് എഴുതാം. അന്നേരം ഡു ദേ. ഓക്കെ. അന്നേരം അസർട്ടീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ്സ് രൂപീകരിക്കുന്ന വിധമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. മനസ്സിലായെന്ന് കരുതുന്നു. ഗുഡ് ബൈ.